കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പാലക്കാട് ജില്ലയിലെ ലക്കിടി തീവണ്ടി ആഫീസിനടുത്തുള്ള കിള്ളിക്കുറിശമംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു നമ്പ്യാരുടെ ജനനം. നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവും എല്ലാം ചേർത്ത് ആകർഷകമായി രചിച്ച പാട്ടുകൾ ബഹുജനങ്ങൾക്ക് ആകർഷകമാം വിധം ചടുല നൃത്തമായി അവതരിപ്പിക്കുകയാണ് ഓട്ടൻതുള്ളൽ. ലളിതമായ വേഷവും നാടോടി സ്വഭാവമുള്ള അംഗചലനങ്ങളുമാണ് തുള്ളൽ. ചാക്യാർകൂത്ത്, കൂടിയാട്ടം, കഥകളി, പടയണി, കോലങ്ങൾ തുടങ്ങിയ കലാരൂപങ്ങളുടെ പല അംശങ്ങളും സ്വീകരിച്ച് സർവജനസ്പർശിയായ ഒരു കലാസാഹിത്യ പ്രസ്ഥാനമെന്ന നിലയിൽ തുള്ളലിന് രൂപം നൽകുകയാണ് കുഞ്ചൻ നമ്പ്യാർ ചെയ്തത്. കൂത്തിന് മിഴാവ് കൊട്ടിക്കൊണ്ടു നിന്ന നമ്പ്യാർ ഉറക്കം തോന്നുന്നത് കണ്ട് ചാക്യാർ അദ്ദേഹത്തെ കഠിനമായി ആക്ഷേപിച്ചുവെന്നും ആ പകപോക്കുന്നതിനായി അന്നു രാത്രി തന്നെ ഒരു തുള്ളൽ കഥ നിർമ്മിച്ച് പിറ്റേ ദിവസം കൂത്തിന്റെ സമയത്ത് കളിത്തട്ടിൽ കയറി നമ്പ്യാർ തുള്ളി തുടങ്ങിയെന്നുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യം. അന്നത്തെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയ്ക്കും മുൻവിധികൾക്കും എതിരായ ഒരു പ്രതിഷേധമായിരുന്നു ഓട്ടൻതുള്ളൽ. നിറപ്പകിട്ടാർന്ന വേഷങ്ങൾ അണിഞ്ഞ ഒരു കലാകാരൻ ഒറ്റയ്ക്ക് തുള്ളൽ പാട്ടുപാടി നൃത്തം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്നു. ഓട്ടൻതുള്ളലിലെ വേഷക്രമത്തിന് കഥകളിയുടേതിനോട് സാമ്യമുണ്ട്. മുഖത്തു തേപ്പ് പച്ചയാണ്, ചൂണ്ടപ്പൂവിട്ട് കണ്ണ് ചുവപ്പിക്കുന്നു, പുരികവും വാലിട്ട് കണ്ണുമെഴുതും, തലയിൽ തുണി കൊണ്ട് കൊണ്ട കെട്ടിയ ശേഷം അർദ്ധവൃത്താകാരത്തിലുള്ള കിരീടം വയ്ക്കുന്നു. അരയിൽ ചുവന്ന പട്ടും അതിന്മേൽ കച്ചയും കെട്ടുന്നു. പിൻഭാഗം കരമുണ്ടും മുൻഭാഗത്ത് മുന്തിയും ധരിക്കുന്നു. കഴുത്താരം, കൊരലാരം, മാർമാല, നെഞ്ചുപലക, തോൾപ്പൂട്ട്, ഹസ്തകടകം, കങ്കണം, കച്ചമണി എന്നിവ കൂടിയാകുമ്പോൾ വേഷം പൂർത്തിയായി. തുള്ളലിൽ ഉപയോഗിക്കുന്ന താളങ്ങളാണ് ഗണപതി താളം, ചമ്പതാളം. കൂടാതെ മർമ്മതാളം, ലക്ഷ്മി താളം, കുംഭതാളം, കാരികതാളം, കുണ്ടനാച്ചി താളം തുടങ്ങിയവയുമുണ്ട്. തുള്ളലിൽ വാദ്യങ്ങളായി ആദ്യകാലങ്ങളിൽ കുഴിതാളവും തൊപ്പിമദ്ദളവുമാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. തൊപ്പിമദ്ദളത്തിന് പകരം ഇപ്പോൾ മൃദംഗവും പിന്നെ കൈമണിയുമാണ് തുള്ളലിലെ വാദ്യം. രംഗാവതരണത്തിൽ തുള്ളലിൽ
സംഗീതത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. പ്രധാനമായും അഠാണ, നീലാംബരി, ബിലഹരി, വിജാവന്തി, ഭൂപാളം, ഇന്ദിശ, കാലക്കുറിഞ്ഞി, നാട്ടക്കുറിഞ്ഞി, പുറനീര്, ആനന്ദഭൈരവി, ബേഗട എന്നിവയാണ് ഉപയോഗിക്കുന്ന രാഗങ്ങൾ. നർത്തകനും 2 പിൻപാട്ടുകാരും ഉൾപ്പെടുന്ന തുള്ളലിൽ മദ്ദളം ഉപയോഗിക്കുന്നത് പൊന്നാനിയും കൈമണി അഥവാ കുഴിത്താളം ഉപയോഗിക്കുന്നത് ശിങ്കിടിയുമാണ്. നർത്തകൻ പാടുന്ന തുള്ളൽ പാട്ടുകൾ ശിങ്കിടി ഏറ്റുപാടിയാണ് തുള്ളൽ അവതരിപ്പിക്കുന്നത്. ഓട്ടൻ തുള്ളലിൽ പൊതുവെ ഉപയോഗിച്ചു കാണുന്നത് തരങ്കിണി എന്ന വൃത്തമാണ്. നൃത്തം ചവിട്ടിക്കൊണ്ടും പാട്ട് പാടിക്കൊണ്ടും ഹസ്തമുദ്രകളിലും ആംഗ്യത്തിലും കൂടെ കഥ ചൊല്ലി പോകുന്ന സമ്പ്രദായമാണ് തുള്ളൽ കലയിലുള്ളത്. ഓട്ടൻ തുള്ളൽ 3 പേർ ചേർന്ന് അവതരിപ്പിക്കണം. തുള്ളൽക്കാരനും 2 വാദ്യക്കാരും. മുദ്രകൾ കാണിച്ച് അഭിനയിച്ച് തുള്ളൽക്കാരൻ പാടുമ്പോൾ വാദ്യക്കാരും. ഇപ്പോൾ എല്ലാ സമുദായക്കാരും ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്പ്യാർ സമുദായത്തിന്റെ പാരമ്പര്യ കല എന്ന നിലയ്ക്കാണ് ഇത് കലാകാരന്മാർക്ക് മെയ്വഴക്കം നേടുവാൻ കളരി അഭ്യാസം അത്യാവശ്യമായിരുന്നു. മെയ് സാധകത്തോടൊപ്പം ചുവട് സാധകം, മുദ്രാസാധകം, മുഖാംഗ സാധകം, ചൊല്ലിയാട്ടം എന്നിവയിലും ശിക്ഷണം ലഭിച്ചിരിക്കണം. പരിഹാസ വർഷത്തിനും കുറുക്കുകൊള്ളുന്ന നർമ്മൂർത്തികൾക്കും തുള്ളലിൽ പ്രാധാന്യമുള്ളതിനാൽ തുള്ളൽ സാഹിത്യത്തിലും സംഗീതത്തിലും കലാകാരന്മാർക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കണം. തകഴിയിലും പരിസരങ്ങളിലും പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലയായ പടയണിയിൽ ഊരാളി തുള്ളൽ, കോലം തുള്ളൽ, പൂപ്പട തുള്ളൽ എന്നിങ്ങനെയുള്ള നൃത്ത രീതികളുണ്ട്. ശീതങ്കൻ, പറയൻ, ഓട്ടൻ എന്നീ പേരുകൾ പടയണിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. തുള്ളൽ എന്നാൽ നൃത്തമെന്ന് അർത്ഥം. ചിത്രമായുള്ള ശില്പിതൻ. ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നീ 3 തരം തുള്ളലുകൾ നമ്പ്യാർ സംവിധാനം ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരന്റെ കഥകളി എന്നും ഓട്ടൻ തുള്ളൽ അറിയപ്പെടുന്നു. ഓട്ടൻ തുള്ളലിൽ വേഗത്തിൽ പാടും. ശീതങ്കൻ തുള്ളലിന് വേഗത കുറച്ച് വേണം പാടാൻ. ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലാണ് ശീതങ്കൻ.
ഗണേശ. പാതിരായി ശീതങ്കൻ തുള്ളൽ അവതരിപ്പിക്കുന്നു. ഒരു വിഘ്നം വിരവിനോടഖിലം. തുള്ളൽ അവതരിപ്പിക്കുന്നതിന് 3 പേർ ആവശ്യമാണ്. വേഷം കെട്ടുന്ന നടനാണ് ഒരാൾ. അദ്ദേഹമാണ് തുള്ളൽ കഥ പാടി അഭിനയിച്ച് കാണിക്കുന്നത്. മറ്റൊരാൾ തൊപ്പിമദ്ദളക്കാരൻ. ഇനിയും ഒരാൾ താളക്കാരൻ അഥവാ കൈമണിക്കാരൻ. താൻ വഴിയിൽ ചെന്നുറച്ചു. മുഖത്ത് മഞ്ഞ നിറത്തിലുള്ള പൊടി തേച്ച് മിനുക്കി, തലയിൽ കറുത്ത തുണി കൊണ്ട് കെട്ടി, കണ്ണും പുരികവും എഴുതി, പൊട്ട് തൊട്ട് കുരുത്തോല കൊണ്ടുണ്ടാക്കിയ മെയ്യാഭരണങ്ങളും ധരിച്ചാൽ ശീതങ്കൻ തുള്ളലിന്റെ വേഷമായി. 3 ലോകങ്ങൾ ജയിച്ചുള്ള മഹാവീരൻ. കാലിലെ കച്ചമണിയും ഓട്ടൻതുള്ളലിന്റേതുപോലെ തന്നെ മുഖത്ത് മഞ്ഞ തേച്ച് മിനുക്കാതെയും ചില ദിക്കുകളിൽ ശീതങ്കൻ അവതരിപ്പിച്ച് കാണുന്നു. ശീതങ്കൻ തുള്ളലിൽ കൂടുതലായി ഉപയോഗിച്ചു വരുന്ന വൃത്തമാണ് നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ശീതങ്കൻ തുള്ളൽ ആയിരുന്നു. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ആദ്യത്തെ കഥ കല്യാണ സൗഗന്ധ്യം, കൃഷ്ണലീല, പ്രഹ്ലാദ ചരിതം തുടങ്ങിയവ ശീതങ്കൻ തുള്ളലിനുള്ള മറ്റേ പ്രഭാതത്തിൽ അരങ്ങേറുന്ന ഒരു തുള്ളൽ കലാരൂപമാണ് മറ്റു തുള്ളലുകളെ അപേക്ഷിച്ച് പറയൻ തുള്ളലിന് പതിഞ്ഞ ഈണവും താളവുമാണുള്ളത്. പറയുന്ന രീതിയിലുള്ള പാട്ട് സമ്പ്രദായം പിന്തുടരുന്നതുകൊണ്ടാണ് പറയൻ തുള്ളൽ എന്ന് പേര് കിട്ടിയത്. മല്ലിക എന്ന സംസ്കൃത വൃത്തമാണ് ഇതിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. ആംഗ്യങ്ങൾ ഉപയോഗിച്ച് അവതാരകൻ പാട്ടുകളുടെ അർത്ഥം വിശദീകരിക്കുന്നു. സർപ്പഫണവും ശിവലിംഗവും ഉള്ള കിരീടമാണ് പറയൻ തുള്ളലിന്റെ പെട്ടെന്ന് കണ്ണിൽപ്പെടുന്ന പ്രത്യേകത. പറയൻ തുള്ളലിലെ വേഷം അനന്തനെ സങ്കല്പിച്ചിട്ടുള്ളതാണ്. ദേഹത്ത് മുഴുവൻ ഭസ്മമോ ചന്ദനമോ തേക്കുന്നു. വാലിട്ട് കണ്ണെഴുതും. കൈമെത്ത, അമ്പടി, ഉടുത്തുകെട്ട്, വലതുകാലിൽ വാഗച്ചിലമ്പ്, കച്ചമണി എന്നിവയും ധരിക്കുന്നു. നടൻ നാഗപത്തിയോടുകൂടിയ കിരീടമാണ് ധരിക്കുന്നത്. ഉടുത്തുകെട്ടിന് ചുവന്ന പട്ട് വേണം. അതിനു മുകളിൽ മറ്റൊരു തുണി കെട്ടുന്നു. തലമുടിയിൽ ചുവന്ന പട്ടും തൊങ്ങലും കോർത്തിരിക്കും. കൈകളിലും കഴുത്തിലും മാലയും വളയും അണിഞ്ഞിരിക്കും. പാമ്പിന്റെ പത്തിയുടെ ആകൃതിയിലുള്ള കിരീടം ധരിച്ച് രുദ്രാക്ഷമാലകൾ ധരിക്കും. മറ്റു തുള്ളൽ കലകൾ പോലെ സമൂഹവുമായി ബന്ധമുള്ള വിഷയങ്ങൾ അല്ല ഇതിൽ അവതരിപ്പിക്കുന്നത്.
മറിച്ച് പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള കഥകളാണ്. മൃദംഗമാണ് പ്രധാന വാദ്യം.